BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. അങ്കമാലിക്ക് പിന്നാലെ ഇരിങ്ങാലക്കുടയിലും ആനക്കലി. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആനയിടഞ്ഞ് പാപ്പാനെ ചവിട്ടിക്കൊന്നു. അങ്കമാലിക്ക് പിന്നാലെ തൃശൂർ ഇരിങ്ങാലക്കുടയിലും ഇടഞ്ഞ ആന ഒരാളെ ചവിട്ടിക്കൊന്നു. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആനയാണ് പാപ്പാനെ ചവിട്ടിക്കൊന്നത്. ആനയുടെ രണ്ടാം പാപ്പാൻ ശ്രീകുട്ടനാണ് ജീവൻ നഷ്ടമായത്. 25 വയസ്സ് മാത്രമാണ് ശ്രീകുട്ടന്റെ പ്രായം. പരിക്കേറ്റ ഒന്നാം പാപ്പാൻ അമൽ ചികിത്സയിലാണ്. വഴുവാടി കാശിനാഥൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ആനയെ തളച്ചു. ഹോർമൂസിനായി ബന്ധപ്പെട്ട ഇറാന്റെ ഏകപക്ഷീയ തീരുമാനങ്ങളെ അംഗീകരിക്കുവാൻ ആകില്ല UAE. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട ഇറാന്റെ ഏകപക്ഷീയ തീരുമാനങ്ങളെ അംഗീകരിക്കുവാനാകില്ലെന്ന് UAE. അയൽരാജ്യങ്ങളെ വഞ്ചിച്ച് ആക്രമണം നടത്തിയവരാണ് ഇറാൻ. അന്താരാഷ്ട്ര താൽപര്യങ്ങൾക്കും നിയമങ്ങൾക്കും അനുസരിച്ച് ഹോർമൂസിലൂടെ ഗതാഗതം അനുവദിക്കണമെന്നും UAE ആവശ്യപ്പെട്ടു. പാമ്പ് കടിയേറ്റുള്ള മരണം വർദ്ധിക്കുന്നു. സ്കൂളുകളിൽ പാമ്പ് സുരക്ഷാ പരിശോധന കർശനമാക്കുവാൻ വനംവകുപ്പ്. സ്കൂളുകളിൽ പാമ്പ് സുരക്ഷാ പരിശോധന കർശനമാക്കുവാൻ വനംവകുപ്പ്. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾക്ക് പുറമെ സ്കൂളുകളിലെ സുരക്ഷയ്ക്കായി വനംവകുപ്പ് 13 അധിക നിർദ്ദേശങ്ങൾ തയ്യാറാക്കി. സ്കൂളുകൾക്ക് അന്തിമ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുവാൻ ഇത്തവണ മുതൽ വനംവകുപ്പ് ക്ലിയറൻസും നിർബന്ധമാക്കി. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാര്യയ്ക്കെതിരായ പരാമർശം പവൻ ഖേരയ്ക്ക് മുൻകൂർ ജാമ്യം. കോൺഗ്രസ് നേതാവ് പവൻ ഖേരയ്ക്ക് ആശ്വാസം. അസം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സുപ്രീംകോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാര്യയ്ക്കെതിരായ പരാമർശത്തിലായിരുന്നു കേസ്. കേസിൽ ഗുവാഹത്തി ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ തെറ്റാണെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മസ്തിഷ്ക ജ്വരമരണം. ആലപ്പുഴയിൽ നഴ്സ് മരിച്ചു. ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരണം. ആലപ്പുഴ സ്വദേശി ആര്യയാണ് മരിച്ചത്. നഴ്സായിരുന്നു. ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. അമ്പലപ്പുഴ നീർക്കുന്നം കളത്തിൽ വിജയന്റെയും അമ്പിളിയുടെയും മകൾ ആര്യമോളാണ് മരിച്ചത്. 1 മാസം മുൻപ് രോഗലക്ഷണങ്ങൾ കണ്ടിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. വിദേശ ജോലിക്കായി ബംഗളൂരുവിലെ ജോലി രാജിവെച്ച് 2 മാസം മുൻപാണ് ആര്യ നാട്ടിലെത്തിയത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനൽ PSG ആശങ്കയായി അഷ്റഫ് ഹക്കീമിയുടെ പരിക്ക്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ബയേൺ മ്യൂണിക്കിനെതിരായ സെമിഫൈനലിൽ നിർണായക 2ാം പാദ മത്സരത്തിനൊരുങ്ങുന്ന പാരീസ് സെന്റ് ജെർമെയിന് തിരിച്ചടിയായി അഷ്റഫ് ഹക്കിമിയുടെ പരിക്ക്. കഴിഞ്ഞ സീസണിൽ സ്ഥിരതയാർന്ന പ്രകടനങ്ങളിലൂടെ നിർണായക സാന്നിധ്യമായിരുന്ന ഈ മൊറോക്കൻ പ്രതിരോധ നിര താരത്തെ ഇത്തവണ സെമി ആദ്യപാദ മത്സരത്തിൽ കളിപ്പിക്കാനായെങ്കിലും തുടയ്ക്ക് പരിക്കേറ്റതിനാൽ 2ാം പാദത്തിൽ കളിപ്പിച്ചേക്കില്ലെന്ന വാർത്തകളാണ് വരുന്നത്. സൗദിയിൽ ബാസ്കറ്റ്ബോൾ കളിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ച വിദ്യാർത്ഥിയുടെ ഖബറടക്കം ഇന്ന്. സൗദിയിലെ ദമാമിൽ ബാസ്കറ്റ്ബോൾ കളിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ച +2 വിദ്യാർത്ഥിയും കർണാടക മോഡ്ബിദ്രി സ്വദേശിയുമായ മുഹമ്മദ് റയാന്റെ മൃതദേഹം ഇന്ന് ഖബറടക്കം. വൈകിട്ട് അസർ നമസ്കാരാനന്തരം അൽഖോബാർ കിങ് ഫഹദ് മസ്ജിദിൽ മയ്യിത്ത് നമസ്കാരം നടക്കും. ശേഷം തുഖ്ബ ഖബർസ്ഥാനിയിൽ ഖബറടക്കും. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.